തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ചുട്ടുപഴുത്ത സ്വർണത്തിൻ്റെ നിറമുള്ള ശരീരത്തോടു കൂടിയ വൃന്ദാവന റാണിയായ രാധാറാണിയെ ഞാൻ വണങ്ങുന്നു. വൃഷഭാനുവിൻ്റെ മകളായ അവിടുന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വളരെ പ്രിയപ്പെട്ടവളാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് രാധാറാണിയുടെ ജന്മസ്ഥലമായ റാവലിലാണ്. വൃന്ദാവനത്തിൽ ഉടനീളം നമ്മൾ കേൾക്കുന്ന നാമമാണ് രാധേ രാധേ എന്ന്. ആ രാധാറാണിയുടെ പ്രകട സ്ഥലത്ത് എത്തിയപ്പോൾ എല്ലാവരും ഭജൻ പാടുകയും ഒപ്പം തുള്ളി തുള്ളി നൃത്തം ചെയ്യുകയും ചെയ്തു. പരമാനന്ദത്തിൽ മുഴുകി ഉറക്കെ ഉറക്കെ രാധാനാമം ചൊല്ലിക്കൊണ്ട് സ്വയം അറിയാതെ നൃത്തം ചെയ്യുകയായിരുന്നു എല്ലാവരും. കൊച്ചു രാധ മുട്ടുകുത്തി നിൽക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീ പരമേശ്വരൻ പോലും നമിക്കുന്ന ഗോലോകേശ്വരിയായ രാധാദേവി ഭൂലോകവാസികളുടെ പരമഭാഗ്യം കൊണ്ട് ഭഗവാന്റെ നിയോഗത്താൽ അവതരിച്ച പുണ്യസ്ഥലമാണ് റാവൽ. വൃഷഭാനു മഹാരാജാവിൻ്റെയും കീർത്തി ദേവിയുടെയും മകളാണ് രാധാദേവി. അവരുടെ തപസ്സിൻ്റെ ഫലമായിട്ട് വ്രജഭൂമിയിൽ ജനിക്കാൻ സാധിക്കുകയും യമുനയിൽ സ്നാനത്തിന് പോയ ഈ ദമ്പതികൾക്ക് ഒരു സ്വർണ്ണ താമരയിൽ തേജസ്വിയായ ഒരു പെൺകുഞ്ഞിനെ കാണാനും സാധിച്ചു. കീർത്തിദേവി വാത്സല്യത്തോടെ ആ പെൺകുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞാണ് രാധാറാണി. രാധാദേവി ശരിക്കും ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് തന്നെയാണ്. കണ്ണനെ കാണും വരെ കൺതുറക്കാതെ രാധ കാത്തിരുന്നു. രാധാറാണി ആദ്യമായിട്ട് കൺതുറക്കുന്നത് കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. അത്രയും ചൈതന്യവതിയായ ആ ദേവിയുടെ പ്രകട സ്ഥലത്ത് എത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആനന്ദം ഉണ്ടാവാതിരിക്കുക അല്ലേ? അത്രയധികം ആനന്ദമാണ് നമ്മൾ അവിടുന്ന് അനുഭവിച്ചത്. റാവലില് ഒരു മഹാദേവ ക്ഷേത്രം കൂടിയുണ്ട്. അവിടെയും നമ്മൾ ദർശനം നടത്തിയിരുന്നു. ഇവിടെ ഒരുപാട് ഗോപബാലന്മാരുണ്ട്. അവർക്കെല്ലാം സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇങ്ങനൊരു പുണ്യസ്ഥലം കാണാൻ നമ്മളെ നയിച്ചത് ആരാണ്? ഭഗവാനും രാധാറാണിയും തന്നെയല്ലേ? അല്ലാതെ നമുക്കൊന്നും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. ഈ കാണുന്ന ഭാഗങ്ങളിൽ മുഴുവൻ യമുനാ നദി ആയിരുന്നത്രേ മുൻപ്. ഇവിടെ എല്ലാം കണ്ണനും രാധാറാണിയും കൈകോർത്ത് നടന്ന സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഓരോ മരങ്ങളിൽ നോക്കിയാൽ നമുക്ക് ആ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കും. 2 നിറങ്ങളിലാണ് മരങ്ങൾ യോജിച്ച് നിൽക്കുന്നത്. രാധാറാണിയുടെ പ്രകടസ്ഥലമായ റാവലിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇനി ഞങ്ങൾ പോകുന്നത് കണ്ണന്റെ ബാല്യകാല ലീലകൾ നടന്ന ഗോകുലത്തിലേക്കാണ്. ഗോകുലത്തിൽ കണ്ണന്റെ ഭക്തർക്കായിട്ട് കണ്ണൻ എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനലിലെ വൃന്ദാവന വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും. എല്ലാവരെയും ഭഗവാനും രാധാറാണിയും അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.